ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നീലക്കുറിഞ്ഞി ജൈവ വൈവിധ്യ ക്വിസിനോടനുബന്ധിച്ച 100% ഉറപ്പായ ചോദ്യങ്ങൾ നോക്കാം. ഇത് പാർട്ട് 2 വീഡിയോ ആണ്. നമ്മുടെ പാർട്ട് 1 വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2025 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിന പ്രമേയം എന്ത്? ആൻസർ, ഹാർമണി വിത്ത് നേച്ചർ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ പ്രകൃതിയുമായുള്ള ഐക്യവും സുസ്ഥിര വികസനവും. ഏത് വർഷമാണ് റിയോ ഭൗമ ഉച്ചകോടിയിൽ ജൈവ വൈവിധ്യ കൺവെൻഷൻ നടന്നത്? ആൻസർ, 1992. ഇന്ത്യയിലെ ആദ്യ ജൈവ വൈവിധ്യ മ്യൂസിയം ഏത് സംസ്ഥാനത്താണ്? ആൻസർ, കേരളം, തിരുവനന്തപുരം ജില്ലയിൽ. ഒരു പ്രത്യേക സസ്യത്തിന്റെ മാത്രം സംരക്ഷണത്തിനു വേണ്ടി നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംരക്ഷണാ കേന്ദ്രം? ആൻസർ, കുറിഞ്ഞിമല. ലോകത്തിലെ ഏറ്റവും വലിയ തണ്ണീർത്തടം ഏത്? ആൻസർ, പാൻഡനാൽ. ലോക തണ്ണീർത്തട ദിനം എന്ന്? ആൻസർ, ഫെബ്രുവരി 2. ദേശീയ വനദിനം എന്ന്? ആൻസർ, മാർച്ച് 21. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മലകളും കുന്നുകളും ഉള്ള ജില്ല? ആൻസർ, ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കുറവ് മലകളും കുന്നുകളും ഉള്ള ജില്ല? ആൻസർ, ആലപ്പുഴ. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട്? ആൻസർ, സുന്ദർബൻ. സുന്ദർബൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ആൻസർ, പശ്ചിമ ബംഗാൾ. ഇന്ത്യയിലെ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടായി തിരഞ്ഞെടുത്ത പ്രദേശം? ആൻസർ, പശ്ചിമഘട്ടം. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏത്? ആൻസർ, കുന്തിപ്പുഴ. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ആസ്ഥാനം എവിടെ? ആൻസർ, തിരുവനന്തപുരം. ഏറ്റവും കൂടുതൽ കുറിഞ്ഞുകൾ പൂക്കുന്ന ദേശീയോദ്യാനം? ആൻസർ, ഇരവികുളം ദേശീയോദ്യാനം. സംസ്ഥാന ജൈവ വൈവിധ്യ നിയമം നിലവിൽ വന്ന വർഷം? ആൻസർ, 2008. അവസാനമായി നീലക്കുറിഞ്ഞി പൂത്ത വർഷം? ആൻസർ, 2018. ഇനി ഏത് വർഷമാണ് നീലക്കുറിഞ്ഞി കൂട്ടമായി പൂക്കുക? ആൻസർ, 2030. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ തിരഞ്ഞെടുത്ത വർഷം? ആൻസർ, 2012. ഏറ്റവും കൂടുതൽ വനനശീകരണം നടക്കുന്ന രാജ്യം? ആൻസർ, ബ്രസീൽ. നീലക്കുറിഞ്ഞി പൂക്കളുടെ നിറം ഏത്? ആൻസർ, പർപ്പിൾ. സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന കേരളത്തിന്റെ നാഷണൽ പാർക്ക് ഏത്? ആൻസർ, സൈലന്റ് വാലി. 2050 ആകുമ്പോഴേക്കും ലോകത്തിലെ ജൈവ വൈവിധ്യ നഷ്ടം തടയാനും പരിഹരിക്കാനും ശ്രമിക്കുന്ന അന്താരാഷ്ട്ര കരാർ ഏത്? ആൻസർ, കുൻമിങ് മോൺട്രിയൽ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിംവർക്ക് 2022. നീലക്കുറിഞ്ഞി കൂട്ടമായി പൂക്കുന്നത് എത്ര വർഷം കൂടുമ്പോൾ? ആൻസർ, 12 വർഷം. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം എന്ന്? ആൻസർ, മെയ് 22. Thank you for watching. Please like, share and subscribe.